ഡ്രോണുകൾക്ക് പകരം റഷ്യ ഇറാന് നൽകിയത് സ്വർണ്ണക്കട്ടികൾ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഷഹീദ് 136 കാമിക്കേസ് ഡ്രോണുകൾക്കുള്ള പണമായി റഷ്യ ഇറാന്റെ സഹാറ തണ്ടറിന് നൽകിയത് $104 ബില്യൺ വിലമതിക്കുന്ന 1.8 ടൺ സ്വർണ്ണക്കട്ടികൾ കൈമാറിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2023 മാർച്ച് 16 ഗ്രാമിന് $58.32 എന്ന വിലയിൽ 1788 കിലോഗ്രാം സ്വർണം വിതരണം ചെയ്യുന്നതിനുള്ള ഒരു കരാറിൽ കക്ഷികൾ ഒപ്പുവെച്ചതായി രേഖകൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 5 പുറത്തിറക്കിയ ഒരു അധിക കരാറിൽ 2067 കിലോഗ്രാം സ്വർണം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ആ കയറ്റുമതിയുടെ വിശദാംശങ്ങളും അതിന്റെ ഡെലിവറിയുടെ സ്ഥിരീകരണവും അജ്ഞാതമായി തുടരുന്നു എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. സ്വർണത്തിൽ പണമടയ്ക്കുന്നത് മോസ്കോയ്ക്ക് ഡോളർ ഇടപാടുകളെ തടസ്സപ്പെടുത്തിയേക്കാവുന്ന US ഉപരോധങ്ങൾ മറികടക്കാൻ അനുവദിച്ചുവെന്ന് C4ADS അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, സ്വർണത്തിന്റെ ഉപയോഗം കൂടുതൽ രഹസ്യ സ്വഭാവം നൽകുകയും ചെയ്യുന്നുണ്ട്. സ്വർണത്തിന് പുറമെ റഷ്യ മറ്റു പേയ്മെന്റ് രീതികളും ഉപയോഗിക്കുന്നുണ്ട്. ഒരു സാഹചര്യത്തിൽ UAE ദിർഹമായി ഫണ്ട് ദുബായിലെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി. സാമ്പത്തിക ഇടപാടുകൾ ലഘൂകരിക്കുകയും നികുതി ഇളവുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന UAEയുടെ സ്വതന്ത്ര സാമ്പത്തിക മേഖലകൾ കക്ഷികൾ പ്രയോജനപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചില അന്താരാഷ്ട്ര സെറ്റിൽമെന്റുകൾക്കായി ഇറാനിയൻ കമ്പനികൾക്ക് ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ചേക്കാമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 2023 മാർച്ചിൽ ബെലാറഷ്യൻ ഏകാധിപതി അലക്സാണ്ടർ ലുക്കാഷെങ്കയുടെ ഇറാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചോർന്ന ഇമെയിലുകൾ പ്രകാരം വിമാനത്താവള സേവനങ്ങൾക്ക് പണം നൽകാൻ ടെതർ ഉപയോഗിച്ചതായി വിവരമുണ്ട്. മോസ്കോ വാങ്ങിയ ഡ്രോണുകളുടെ പ്രാഥമിക റൂട്ട് ഇറാനിയൻ തുറമുഖമായ അമീറാബാദ് വഴിയായിരുന്നു. അവിടെ നിന്ന് ഈ ഉപകരണങ്ങൾ കടൽ മാർഗം കാസ്പിയൻ കടലിലെ മക്കച്ച് കലയിലേക്ക് കൊണ്ടുപോയി. 2023 മാർച്ചിൽ ഒരു ഇറാനിയൻ പ്രതിനിധി സംഘം റഷ്യ സന്ദർശിച്ചപ്പോൾ ഒരു സ്വർണ്ണ വിതരണ കരാർ ഒപ്പുവെച്ചതായും വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. 2024 ഏപ്രിൽ ഇറാനിയൻ ഡ്രോണുകൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്തതിനാൽ സഹാറ തണ്ടറിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇറാനിയൻ സൈനിക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നണിയാണ് കമ്പനിയെന്ന് US ഉദ്യോഗസ്ഥർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഉപരോധങ്ങൾക്ക് ശേഷം സഹാറ തണ്ടർ ലിക്വിഡേഷൻ പ്രക്രിയ ആരംഭിച്ചെങ്കിലും ഉടൻ തന്നെ ഒരു പുതിയ നിയമപരമായ സ്ഥാപനം വരാനാണ് സാധ്യത. യുക്രൈനിലെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യ കുറഞ്ഞത് 6000 ഷാഹദ് 136 ഡ്രോണുകൾ വാങ്ങിയിട്ടുണ്ടെന്നും ഡ്രോണുകൾക്കായി പ്രാദേശിക ഉൽപാദന ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ വിപുലമായ സഹായം ലഭിച്ചിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആയിരക്കണക്കിന് കൂടുതൽ നൂതന ഡ്രോണുകൾ വാങ്ങാനും നിർമ്മിക്കാനും റഷ്യ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാനിയൻ നിർമ്മിത ഷാഹദ് 136 റഷ്യയുടെ ആയുധപ്പുരയിലെ ഏറ്റവും മാരകമായ ആയുധങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആത്മഹത്യാ ഡ്രോണുകൾ യുക്രൈനിലെ സിവിലിയൻ ലക്ഷ്യങ്ങളിലും പവർ പ്ലാന്റുകൾ പോലുള്ള സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളിലും വിക്ഷേപിച്ചിട്ടുണ്ട്. ഡിസംബറിൽ റഷ്യ തങ്ങളുടെ പ്രദേശത്ത് ഏകദേശം 3700 ആത്മഹത്യാ ഡ്രോണുകൾ വിക്ഷേപിച്ചതായി യുക്രൈൻ പറയുന്നുണ്ട്. അതേസമയം ആഗോള ആയുധ കയറ്റുമതിക്കാരിൽ റഷ്യയുടെ ശക്തമായ സ്ഥാനത്തെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രശംസിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച 5 വിൽപ്പനക്കാരുടെ പട്ടികയിൽ ഇടം നേടുന്നത് റഷ്യൻ നിർമ്മിത ആയുധങ്ങളുടെ ഗുണനിലവാരം എടുത്തു കാണിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആഗോള ആയുധ വിപണിയിലെ മികച്ച 5 നേതാക്കളിൽ റഷ്യ തുടരുന്നുണ്ട്. കൂടാതെ പല മേഖലകളിലും അതിന്റെ മുൻനിര കയറ്റുമതി സ്ഥാനങ്ങൾ നിലനിർത്തുന്നു. സൈനിക സാങ്കേതിക സഹകരണത്തെക്കുറിച്ചുള്ള ഒരു യോഗത്തിൽ പുടിൻ അത് പറയുകയായിരുന്നു. റഷ്യൻ സൈനിക ഉൽപ്പന്നങ്ങൾക്കുള്ള ഓർഡർ പോർട്ട്ഫോളിയോ 10,000 കണക്കിന് ഡോളർ ആണെന്ന് പ്രസിഡന്റ് പ്രസ്താവിക്കുന്നുണ്ട്. കയറ്റുമതിയുടെ അളവിൽ കൂടുതൽ വർധനവ് വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുമുണ്ട്. ഉയർന്ന മത്സരാധിഷ്ഠിതമായ അന്തരീക്ഷത്തിൽ റഷ്യൻ ആയുധ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക ആയുധങ്ങളും ഉപകരണങ്ങളും മാത്രമല്ല, വിശാലമായ സേവനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് വിദേശ പങ്കാളികളുമായുള്ള സഹകരണം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും പുടിൻ എടുത്തു പറയുന്നുണ്ട്. സാങ്കേതിക സഹകരണവും നൂതന മോഡലുകളുടെ സംയുക്ത വികസനവും അവയുടെ അറ്റകുറ്റപ്പണികളിലും ആധുനികവൽക്കരണത്തിലും സഹായം, സ്പെയർ പാർട്സുകളുടെ വിതരണവും വിദേശ പ്രൊഫഷണലുകളുടെ പരിശീലനവും അത്തരം സേവനങ്ങളിൽ ഉൾപ്പെടാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2024 രാജ്യത്തിന്റെ കയറ്റുമതി ഓർഡർ പോർട്ട്ഫോളിയോ $55 ബില്യൺ റെക്കോർഡ് തലത്തിൽ തുടരുന്നുവെന്ന് റഷ്യയുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആയുധ ഏജൻസിയായ റോസോ ബോറനെക്സ്പോർട്ടിന്റെ CEO അലക്സാണ്ടർ മിക്കിവ് റിപ്പോർട്ട് ചെയ്തിരുന്നു.
വിദേശ ഉപഭോക്താക്കൾക്ക് 30-ലധികം തരം ആധുനിക ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള കരാറുകളിൽ ഏജൻസി ഒപ്പുവെച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ മാസം ആദ്യം റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ കമ്പനിയായ റോസ്റ്റേക്കിന്റെ തലവൻ സെർജി ചെമസോവ് ഈ വർഷം തുടക്കം മുതൽ ഏകദേശം $7 ബില്യൺ വിലമതിക്കുന്ന 20-ലധികം കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെന്റർ ഫോർ അനാലിസിസ് ഓഫ് വെയിൽഡ് ആംസ് ട്രേഡ് സമാഹരിച്ച ഒരു ഡാറ്റ പ്രകാരം 2024 ആഗോള ആയുധ വിൽപ്പനയിൽ റഷ്യ 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. കയറ്റുമതി അന്താരാഷ്ട്ര വിപണിയുടെ 12.32% അത്. ഈ മേഖലയിൽ അമേരിക്കയാണ് ആധിപത്യം സ്ഥാപിച്ചത്. മറ്റു മികച്ച വിൽപ്പനക്കാർ ഫ്രാൻസ്, ദക്ഷിണ കൊറിയ, ഇറ്റലി എന്നിവയുമായിരുന്നു.